ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IPL 2025 ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഓരോ മത്സരം കഴിയും തോറും മില്യൺ കണക്കിന് നെഗറ്റീവ് കമൻസുകളാണ് സോഷ്യൽ മീഡിയ വഴി ഋഷഭ് പന്ത് എന്ന 26 വയസ്സുകാരനായ ഇന്ത്യൻ യുവ വിക്കറ്റ് കീപ്പർക്ക് നേരിടേണ്ടി വന്നത്. 28 കോടി രൂപ നേടി ലക്നൗ ടീമിലേക്ക് എത്തിയ ഋഷഭ് പന്ത് അതിനകത്ത് ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചത് അവസാന മത്സരത്തിൽ മാത്രമാണ്. സെഞ്ചുറി നേടി. ബാക്കിയുള്ള മത്സരങ്ങളിലെല്ലാം 6 റൺസ്, 5 റൺസ്, 4 റൺസ്, 3 റൺസ്, 14 റൺസ്. ഓരോ മത്സരം കഴിയുന്നതോറും അദ്ദേഹത്തിന് ഹേറ്റേഴ്സ് കൂടി വന്നു, നെഗറ്റീവ് കമൻറ്റുകൾ കൂടി വന്നു. സ്വന്തം ടീം ഉടമ പോലും വളരെ നിരുത്സാഹപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എന്നാൽ ഇതിനെയെല്ലാം മറികടക്കാൻ തൻ്റെ ഹേറ്റേഴ്സിനെയും തൻ്റെ ഫാൻസിനെയും കൊണ്ട് ഒരുപോലെ കൈയടിപ്പിക്കാൻ ആ യുവ വിക്കറ്റ് കീപ്പർക്ക് വേണ്ടി വന്നത് ഒരൊറ്റ ടെസ്റ്റ് മാച്ച് മാത്രമാണ്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് മാച്ചിൻ്റെ ആദ്യ ഇന്നിങ്സിൽ 134 റൺസ് നേടി കൈയടി നേടിയ ഋഷഭ് പന്ത് രണ്ടാം ഇന്നിങ്സിലും അതേ ഫോമോടുകൂടി കളിച്ച് മറ്റൊരു സെഞ്ചുറി കൂടി നേടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മൂന്നാം ദിവസം ഇന്ത്യൻ ടീം കളി അവസാനിപ്പിച്ചത് 90 റൺസിനാണ്. 90 റൺസിന് 2 വിക്കറ്റ് എന്ന രീതിയിലാണ് മൂന്നാം ദിവസം കളി അവസാനിപ്പിച്ചത്. 96 റൺസിൻ്റെ ലീഡാണ് ഇന്ത്യക്ക് മൂന്നാം ദിവസം കളി നിർത്തുമ്പോൾ ഉണ്ടായിരുന്നത്. നാലാം ദിവസം കളി തുടങ്ങിയ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ നഷ്ടമായ ഇന്ത്യക്ക് KL രാഹുലും ഋഷഭ് പന്തും ചേർന്ന് വളരെ മികച്ചൊരു പാർട്ണർഷിപ്പ് പടുത്തുയർത്തി. രണ്ടുപേരും ചേർന്ന് 195 വിലപ്പെട്ട റൺസാണ് പാർട്ണർഷിപ്പിലൂടെ ഇന്ത്യക്ക് നേടിക്കൊടുത്തത്. KL രാഹുലിൻ്റെ വിക്കറ്റിന് ശേഷം ഋഷഭ് പന്തും ഔട്ടായി. ആദ്യ ഇന്നിങ്സിൽ 41 റൺസിന് ലാസ്റ്റ് 7 വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായി. വാലറ്റം യാതൊരു രീതിയിലും പെർഫോം ചെയ്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സെക്കൻഡ് ഇന്നിങ്സും മറിച്ചായില്ല. KL രാഹുലും ഋഷഭ് പന്തിൻ്റെയും തുടർച്ചയായ ഇന്നിങ്സിന് ശേഷം 195 റൺസ് എന്ന പാർട്ണർഷിപ്പിന് ശേഷം അവസാന 5 വിക്കറ്റിൽ ഇന്ത്യക്ക് നേടാനായത് വെറും 29 റൺസ് മാത്രമാണ്. ആദ്യ ഇന്നിങ്സിൽ ഡക്കിന് പുറത്തായ കരുൺ നായർ വെറും 20 റൺസും രവീന്ദ്ര ജഡേജ 25 റൺസ് നേടിയതൊഴിച്ചാൽ വാലറ്റം വീണ്ടും തീർത്തും നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. 370 റൺസ് ആണ് ഇന്ത്യ ഇംഗ്ലണ്ടിന് മുന്നിൽ വെച്ച റൺസ് മാർജിൻ. വിജയിക്കാൻ വേണ്ടി വന്നത് 370 റൺസാണ്. അങ്ങനെ അവസാന ദിവസം ഇംഗ്ലണ്ട് 20 റൺസ് എടുത്ത് നിൽക്കുകയാണ്. ഇംഗ്ലണ്ടിന് ഇനി ജയിക്കാൻ വേണ്ടത് 350 റൺസാണ്. അവസാന ദിവസമായ 90 ഓവറിൽ ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടത് 350 റൺസാണ്. 10 വിക്കറ്റും അവരുടെ കയ്യിലുണ്ട്. അവരുടെ ഹോം ഗ്രൗണ്ടാണ്, അവരുടെ രാജ്യമാണ്. പക്ഷേ ഇപ്പോഴും ഇംഗ്ലണ്ടിനും വളരെയേറെ പ്രതീക്ഷ രണ്ട് ടീമിനുമുണ്ട്. സ്വന്തം രാജ്യത്തെ പിച്ചാണ്. ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ നല്ല 1-2 പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയാൽ വിജയിക്കാമെന്ന് ഇംഗ്ലണ്ട്. തുടക്കത്തിൽ തന്നെ 5-ാമത്തെ ദിവസം തുടക്കത്തിൽ തന്നെ കുറച്ച് വിക്കറ്റുകൾ നേടിയാൽ വിജയിക്കാമെന്ന് ഇന്ത്യയും പ്രതീക്ഷയോടുകൂടിയാണ് 5-ാം ദിവസം കളിക്കാനിറങ്ങുന്നത്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്, ഈ ടെസ്റ്റിൻ്റെ വിധി എന്താവുമെന്ന്. എന്തായാലും ഇന്ത്യ ജയിച്ചാൽ
ഒരു 150% ഉറപ്പോടെ പറയാം ഋഷഭ് പന്ത് ആയിരിക്കും മാൻ ഓഫ് ദ മാച്ച്. ഹീസ് ദ മാൻ. ഋഷഭ് പന്ത് 2.0. റിയലി IPL കണ്ട് ഈ ടെസ്റ്റ് കാണാൻ വന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു മാസ്മരിക തിരിച്ചുവരവ് തന്നെയാണ് ഈ ടെസ്റ്റ് എന്ന് പറയേണ്ടി വരും. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. See you on next video. Thank you. Bye.